ഹായ് ഓൾ, വെൽക്കം ടു അവർ സോഷ്യൽ സയൻസ് ക്ലാസ്. നമ്മൾ ഇന്നിവിടെ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്റർ 9 മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ഒരുപാട് ഏജുകളിലൂടെ കടന്നു പോകും അല്ലേ? നമുക്കറിയാം, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളൊരു ബർത്ത് സ്റ്റേജിലാണുള്ളത്. അതിനുശേഷം നമ്മൾ ചൈൽഡ്ഹുഡിലേക്ക് കടക്കും. അതിനുശേഷം നമ്മൾ ടീനേജിലെത്തും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡൾട്ടായിട്ട് മാറുന്നത്. അതും കഴിയുമ്പോഴാണ് നമ്മളൊരു ഓൾഡ് ഏജിലേക്ക് കിടക്കുക അല്ലേ? അപ്പം അതുപോലെ ഒരുപാട് ഏജുകളിലൂടെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് കടക്കുന്ന പോലെ നമ്മുടെ ഭൂമിയിൽ ഹ്യൂമൻ ബീയിങ്സ് ഒരുപാട് ഏജുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പല പല ഏജുകൾ കടന്നിട്ടാണ് ഇപ്പോഴത്തെ ഹ്യൂമൻ ബീയിങ്സ് ആയിട്ടുള്ള നമ്മളിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ ഏറ്റവും ആദ്യം ഹ്യൂമൻ ബീയിങ്സ് അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കന്നറിയാം, ഒന്നുമില്ലാത്തൊരു സമയമാണ്. പ്രോപ്പർ ഡ്രസ്സോ പ്രോപ്പർ ഫുഡോ അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ പോലും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ സ്റ്റോണുകൾ ടൂൾസായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയൊരു സമയമുണ്ട്. അതായത് നമ്മളുടെ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറയാം. ആ ഒരു സമയത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 ഏജുകളിലായിട്ട് 5 ഏജുകളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഇപ്പോൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റോൺ ഏജ് ആൻഡ് മെറ്റൽ ഏജ് ആണ്. അതിൽ തന്നെ സ്റ്റോൺ ഏജിൽ 3 ഏജുകളെ കുറിച്ച് പറയുന്നുണ്ട്. പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. അതേപോലെ തന്നെ മെറ്റൽ ഏജിലും 2 ഏജുകളെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രോൺസ് ഏജ് ആൻഡ് അയൺ ഏജ്. ഇനി നമുക്ക് സ്റ്റോൺ ഏജിലെ ഫസ്റ്റ് ഏജ് ആയിട്ടുള്ള പാലിയോലിത്തിക് ഏജ് എന്താണെന്ന് വിശദമായിട്ട് നോക്കി നോക്കാം. ഈ ഒരു ഏജിൽ നമുക്ക് മറ്റുള്ള ടൂൾസുകളൊന്നുമില്ല. ആദ്യമായിട്ട് നമ്മൾ സ്റ്റോണുകൾ ടൂൾസായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണത്. ദ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് യൂസ് ഓഫ് റഫ് സ്റ്റോൺ ടൂൾസ് ആണ്. അതായത് റഫ് സ്റ്റോണുകളെ യൂസ് ചെയ്തിരുന്ന ഒരു ഏജിനെ പറയുന്ന പേരാണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. നമ്മുടെ ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത് നമ്മൾ 3 സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ പാലിയോലിത്തിക് ഏജിൽ. അതായത് നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡിൽ തന്നെ നമുക്കറിയാം കുറേ സമയങ്ങളുണ്ട് നമുക്ക് അല്ലേ. കുഞ്ഞു കുട്ടിയായിട്ട് കിടക്കാൻ മാത്രം അറിയുന്ന ഒരു ഏജ് ഉണ്ട്. അതിനുശേഷം നമ്മൾ പതുക്കനെ കമിഴ്ന്ന് എടുക്കാൻ തുടങ്ങും. അതിനുശേഷം നമ്മൾ പതുക്കനെ നീന്താൻ തുടങ്ങും. പിന്നെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങും. അതേപോലെ പല സ്റ്റേജുകളിലൂടെയാണ് നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡ് കടന്നു പോയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് 3 സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ആ 3 സ്റ്റേജുകളാണ്: ഫസ്റ്റ് വൺ യൂട്ടിലൈസേഷൻ, സെക്കൻഡ് വൺ ഫാഷനിങ് ആൻഡ് തേർഡ് വൺ സ്റ്റാൻഡർഡൈസേഷൻ. അതായത് ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺ വിത്തൗട്ട് ചേഞ്ചിങ് ദയർ ഷേപ്പ്. ഒരു ഷേപ്പിൽ ഒരു വ്യത്യാസം ഒന്നും വരുത്താതെ കിട്ടിയ സ്റ്റോണിനെ അതേപോലെ തന്നെ യൂസ് ചെയ്ത ആ ഒരു സ്റ്റേജാണ് യൂട്ടിലൈസേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലെത്തിയപ്പോൾ നമുക്കതിന് നമ്മുടെ നീഡ് അനുസരിച്ച് ചെറിയ വ്യത്യാസമൊക്കെ വരുത്താൻ തുടങ്ങി. നമ്മൾ ടീനേജിലെത്തുമ്പോൾ അങ്ങനെയാണല്ലേ, കുറച്ചൊക്കെ നമുക്കൊന്ന് ഫാഷനായിട്ടൊക്കെ ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹം വരും. അതുവരെ നമ്മൾ പാരൻസ് ഒരുക്കുന്ന പോലെ നമ്മൾ സ്കൂളിലും പുറത്തേക്കൊക്കെ പോകും. ടീനേജ് എത്തുമ്പോൾ നമ്മൾ നമ്മളുടേതായ ഒരു സ്റ്റൈലൊക്കെ കൊണ്ടുവരാൻ തുടങ്ങും. അതുപോലെ നമ്മളുടെ നീഡ് അനുസരിച്ച് നമ്മൾ ടൂൾസിലൊക്കെ ചെറിയ ചേഞ്ച് വരുത്താൻ തുടങ്ങിയ ഒരു സ്റ്റേജാണ് ഫാഷനിങ് എന്ന് പറയുന്നത്. ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺ ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. മൂന്നാമത്തെ സ്റ്റേജ് എത്തിയപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലത്തെ ടൂൾസുകൾ സ്റ്റോണിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. അതായത് ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ്. ആ ഒരു സ്റ്റേജാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 സ്റ്റേജുകളിലൂടെ നമ്മുടെ പാലിയോലിത്തിക് ഏജ് കടന്നു പോയിട്ടുണ്ട്. നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്ന കുറച്ച് സ്റ്റോണുകളുടെ പിക്ചേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്കതിനെ പല പല വിധത്തിൽ പേരുകൾ കൊടുത്തിട്ടുണ്ട്. പെബിൾ സ്റ്റോൺ, ബൈഫേസ് കോർ ടൂൾസ്, പ്ലേറ്റ് ടൂൾസ്, ചോപ്പിംഗ് ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല വിധത്തിലുള്ള സ്റ്റോണുകൾ അന്നുണ്ടായിരുന്നു. നമുക്കറിയാം, പെബിൾ എന്ന് പറയുമ്പോൾ റൗണ്ടിൽ റഫായിട്ട് നോർമലായിട്ട് ഉള്ള സ്റ്റോണുകൾ. അതേപോലെ നമ്മളൊരു സ്റ്റോണിന് 2 സൈഡ് കാണാം. ചിലപ്പോൾ ഒരു സൈഡ് കുറച്ച് പരന്നിട്ടും ഒരു സൈഡ് കുറച്ച് റൗണ്ടിലൊക്കെ ആയിട്ട് കാണാം. അത്തരത്തിലുള്ള സ്റ്റോണുകളൊക്കെ ടൂളായിട്ട് യൂസ് ചെയ്തിരുന്നു. ഭയങ്കര നൈസായിട്ട് ഫ്ലേക്ക് മോഡലിൽ ഫ്ലേക്ക് ടൂൾസുകളും അവർ യൂസ് ചെയ്തിരുന്നു. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനോ ചോപ്പ് ചെയ്യാനൊക്കെ കുറച്ച് കട്ടിയുള്ള ചോപ്പിംഗ് ടൂൾസുകളായിട്ടുള്ള സ്റ്റോണുകളും അന്ന് കണ്ടിരുന്നു. ഹ്യൂമൻ ബീയിങ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാം പ്രോപ്പറായിട്ടുള്ള ഷെൽട്ടറുകളില്ല. അപ്പോൾ അന്ന് അവർ തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ, കേവുകളിലൊക്കെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവരന്ന് താമസിച്ചിരുന്ന കേവുകളിൽ, അതേപോലെ എനിമൽസിൻ്റെ ബോണുകളിൽ ഒക്കെ
സ്റ്റോൺ യൂസ് ചെയ്തിട്ട് പല വിധത്തിലുള്ള ലൈൻസ് പിക്ചേഴ്സൊക്കെ കോറിയിട്ടിരുന്നു. അപ്പോൾ അങ്ങനെ കോറിയിട്ടിട്ടുള്ള പിക്ചറുകളിൽ നിന്നാണ് ഇന്ന് നമ്മുടെ ഹിസ്റ്ററിക്ക് ആവശ്യമായിട്ടുള്ള എവിഡൻസുകളൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെ പാലിയോലിത്തിക് ഏജിൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റോൺ ടൂൾസിനെ കുറിച്ചുള്ള എവിഡൻസ് കിട്ടിയ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫ്രാൻസിലെ ഷോവറ്റ് എന്ന കേവ്, അതിലെ സ്റ്റോൺ ടൂൾസുകളെ കുറിച്ചുള്ള എവിഡൻസുകൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് റഷ്യയിലെ തന്നെ സറയസ്ക് എന്ന ആനക്കൊമ്പിൽ തീർത്തിട്ടുള്ള പിക്ചർ, ഇതും നമ്മുടെ സ്റ്റോൺ ടൂൾസിനെ കുറിച്ചുള്ള എവിഡൻസ് തന്നൊരു പിക്ചറാണ്. നെക്സ്റ്റ് ഫ്രാൻസിലുള്ള ലാസ്കോസ് കേവ്, അതുപോലെ തന്നെ ഫ്രാൻസിലെ ഹുസാസ്ക്, ഇവിടെയും നമുക്ക് ഇത്തരം എവിഡൻസ് കിട്ടിയ ഇടങ്ങളാണ്. അപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്തതായിട്ട് ഇത്തരം എവിഡൻസുകൾ പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നേക്കാം. വാട്ട് ഇൻഫോർമേഷൻ കുഡ് ബി ഗാതേർഡ് ഓൺ ഹ്യൂമൻ ലൈഫ് ഫ്രം ദി ടൂൾസ് ആൻഡ് ആർട്ട് ഓഫ് ദി പാലിയോലിത്തിക് ഏജ്. നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞല്ലേ, പാലിയോലിത്തിക് ഏജിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ് എന്നതാണ്. ഉപയോഗിച്ചിരുന്നത് റഫ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസുകളായിരുന്നു. അന്ന് ഇതുപോലെ താമസിക്കാൻ ബെറ്റർ ആയിട്ടുള്ള ഷെൽട്ടറുകൾ ഇല്ലായിരുന്നു. സോ ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്. അഗ്രികൾച്ചറോ മറ്റുള്ള മാർഗങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് വേർ ദി മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. ഹണ്ട് ചെയ്തും അത് ഗ്യാദർ ചെയ്തിട്ടാണ് അന്ന് ജീവിച്ചിരുന്നത്. അതുപോലെ ഹ്യൂമൻ ബീങ്സ് ഇൻഡിവിജ്വൽ ആയിട്ടായിരുന്നില്ല കാണപ്പെട്ടിരുന്നത്, ബാൻഡുകളായിട്ടായിരുന്നു. ബാൻഡ് എന്ന് പറയുന്നത് 100ഓളം പേര് കൂടിയ ഒരു യൂണിറ്റ് ആയിരുന്നു. അത്തരം കുറെ ബാൻഡുകളായിട്ടാണ് സൊസൈറ്റിയിൽ ഹ്യൂമൻ ബീങ്സിനെ കണ്ടിരുന്നത്. മെന്നായിരുന്നു മെയിനായിട്ടും ഹണ്ട് ചെയ്തിരുന്നത്. അതിനെ ഗ്യാദർ ചെയ്യുക എന്നുള്ളതായിരുന്നു വിമൻസ് ചെയ്തിരുന്നത്. സോ മെൻ വെർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വിമൻ ഇൻ ഗ്യാദറിങ്. ഫുഡിന്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്കത് സ്റ്റോർ ചെയ്യാനുള്ളൊരു സാധനം ആയിട്ട് ഉണ്ടായിരുന്നില്ല. നമുക്ക് കിട്ടുന്നത് അപ്പം തന്നെ കഴിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു സമയത്ത് ഹ്യൂമൻ ബീങ്സ് ചെയ്തിരുന്നത്. സോ ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. അതുപോലെ നമ്മളൊരു പ്രോപ്പർ സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കുക എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നില്ല. അലഞ്ഞു നടക്കുന്ന ഒരു രീതിയായിരുന്നു. നൊമാഡിക് ലൈഫ് ആയിരുന്നു നമ്മളന്ന് കാണപ്പെട്ടിരുന്നത്. ഇത്രയും ഇൻഫോർമേഷൻസ് ആണ് പാലിയോലിത്തിക് ഏജിനെ കുറിച്ചിട്ട് ഇത്തരം എവിഡൻസുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കിനി അടുത്തതായിട്ട് സ്റ്റോൺ ഏജിലെ രണ്ടാമത്തെ ഏജ് ആയിട്ടുള്ള മീസോലിത്തിക് ഏജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റോണുകളേക്കാൾ കുറച്ച് സ്മോളർ ആയിട്ടുള്ള സ്റ്റോണുകളാണ് മീസോലിത്തിക് ഏജിൽ ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത്തരത്തില് സ്മോളർ ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസുകളെ പറയുന്ന പേരാണ് മൈക്രോലിത്സ്. അപ്പോൾ അതായത് മൈക്രോലിത്സുകളാണ് മീസോലിത്തിക് ഏജിൽ ടൂൾസ് ആയിട്ട് കണ്ടിരുന്നത്. ഹ്യൂമൻ ബീങ്സിന്റെ ഇടയിൽ തുടക്കത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് പാലിയോലിത്തിക് ഏജിന്റെ ഒരു ലാസ്റ്റ് പീരീഡിലായിട്ടാണ്. പക്ഷെ ഇന്ത്യയിൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പായി വന്നത് മീസോലിത്തിക് ഏജിലായിട്ടാണ് എന്നാണ് പറയുന്നത്. നമ്മളപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇത്തരം സ്റ്റോൺ ടൂൾസുകളെ കുറിച്ചൊക്കെയുള്ള എവിഡൻസുകൾ നമുക്ക് ലഭിച്ചിരുന്നത് കേവുകളിൽ കോറിയിട്ടിരുന്ന പിക്ചറുകളിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. മീസോലിത്തിക് ഏജിനെ കുറിച്ചും എവിഡൻസ് കിട്ടിയ കുറച്ച് കേവുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് മധ്യപ്രദേശിലെ ബിംബേഡ്ക, ലഗ്ജാവോർ, ഖദോട്ടിയ. ഇതൊക്കെ നമുക്ക് മീസോലിത്തിക് ഏജിനെ കുറിച്ച് എവിഡൻസ് തന്ന ഇടങ്ങളാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. ഈ ഭാഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.